ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബീഹാരി പയ്യൻ മലയാളി മേസ്ത്രിയോട് ലീവ് ചോദിക്കുന്നത് എങ്ങനെയെന്ന് കേൾക്കാം ഹിന്ദിയിൽ. ചേട്ടാ, എനിക്ക് 10 ദിവസം ലീവ് വേണം. ഭായി മുझे 10 दिन की छुट्टी चाहिए. ഭായി എന്ന് പറഞ്ഞാൽ ചേട്ടൻ, മുझे എനിക്ക്, 10 दिन എന്ന് പറഞ്ഞാൽ 10 ദിവസം, ചുട്ടി ലീവ്, चाहिए വേണം. ഭായി മുझे 10 दिन की छुट्टी चाहिए. ചേട്ടാ, എനിക്ക് 10 ദിവസം ലീവ് വേണം. ഭായി ചേട്ടാ, മുझे എനിക്ക് 10 दिन की 10 ദിവസത്തെ ചുട്ടി चाहिए ലീവ് വേണം. ഭായി മുझे 10 दिन की छुट्टी चाहिए, എനിക്ക് 10 ദിവസം ലീവ് വേണം. എന്തു പറ്റി? ക്യാ ഹുവ? ക്യാ ഹുവ എന്തു പറ്റി? ക്യാ ഹുവ, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹുവ പറ്റി, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു? ഭാര്യയ്ക്ക് സുഖമില്ല. പത്നി की तबीयत ठीक नहीं है. പത്നി ഭാര്യ, പത്നിക്ക് ഭാര്യയ്ക്ക്, തബിയത്ത് ആരോഗ്യം, ठीक नहीं है ശരിയല്ല, ആരോഗ്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ സുഖമില്ല. തബിയത്ത് ठीक नहीं है ആരോഗ്യം ശരിയല്ല. പത്നിക്ക് തബിയത്ത് ठीक नहीं है, പത്നിയുടെ ആരോഗ്യം ശരിയല്ല അല്ലെങ്കിൽ പത്നിക്ക് അസുഖമാണ്. വീട്ടിൽ വേറെ ആരുമില്ലേ? क्या घर पर और कोई नहीं है? घर पर और कोई नहीं है. घर पर വീട്ടിൽ, और कोई മറ്റാരും, നെയ്യേ ഇല്ലേ. നെഹി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇട്ടത് കൊണ്ടും ഇപ്പുറത്തൊരു ക്യാ ഇട്ടത് കൊണ്ടും അത് ഇല്ലേ എന്നർത്ഥം വരുന്നു കേട്ടോ. ക്യാ घर पर और कोई नहीं है, വീട്ടിൽ വേറെ ആരുമില്ലേ. അപ്പം ഭാര്യയ്ക്ക് അസുഖമാണെങ്കിൽ അവൻ എത്രയും ദൂരം സഞ്ചരിച്ച് പോണോ, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അച്ഛനും അമ്മയും ഉണ്ട്. അപ്പൊ ഈ പയ്യൻ കൊടുക്കുന്ന മറുപടിയാണ് മാതാജി ഓർ പിതാജി ഹെ. മാതാജി ഓർ പിതാജി, എൻ്റെ പാരൻസ് അവിടെ ഉണ്ട്. മാതാജി ഓർ പിതാജി ഹെ, അച്ഛനും അമ്മയും ഉണ്ട്. മാതാപിതാ ഹെ അല്ലെങ്കിൽ മമ്മി പപ്പ ഹെ, അല്ലെ മേര പാരൻസ് ഹെ, അങ്ങനെയൊക്കെ പറയും കേട്ടോ. മാതാജി ഹെ, മാതാജി ഓർ പിതാജി ഹെ. മമ്മി പപ്പ ഹെ എന്ന് പറഞ്ഞാലും തെറ്റില്ല, പാരൻസ് ഹെ എന്ന് പറഞ്ഞാലും തെറ്റില്ല. അച്ഛൻ കിടപ്പിലാണ്. പപ്പ ബിസ്തർ പർ ഹെ. ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്കയാണ് കേട്ടോ. ബിസ്തർ പർ എന്ന് പറഞ്ഞാൽ കിടക്കയിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അസുഖം വന്നാലല്ലേ നമ്മൾ കിടപ്പിലാണ്, കിടക്കയിലാണ് എന്നൊക്കെ പറയുന്നത്. പിതാ ബിസ്തർ പർ ഹെ, അപ്പൊ അച്ഛൻ ഓൾറെഡി എന്തോ ഒരു അസുഖമുള്ള ആളായിരിക്കാം. ബിസ്തർ പർ ഹെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ബെഡ്ഡാണ്, കിടപ്പിലാണ്, കിടപ്പ് രോഗിയാണ്. അമ്മ പുറത്തൊന്നും പോകാറില്ല. മാ കഹി ബാഹർ നഹി ജാത്തി. മാ അമ്മ, കഹി എവിടെയും, ബാഹർ നഹി ജാത്തി എവിടെയും പുറത്തൊന്നും പോകാറില്ല, എവിടെ പുറത്ത് എവിടെയും പോകാറില്ല. ചില സ്ത്രീകളൊക്കെ, വിദ്യാഭ്യാസം കുറഞ്ഞ സ്ത്രീകളൊക്കെ ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ കൂടെയൊക്കെ പുറത്തു പോകുള്ളൂ. ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് അവർ പുറത്തു പോകില്ല. ആ തരത്തിൽപ്പെട്ടാണ് എൻ്റെ അമ്മയും. മാ കഹി ബാഹർ നഹി ജാത്തി, മമ്മി എവിടെയും പുറത്ത് എവിടെയും ഒറ്റയ്ക്ക് പോകാറില്ല. അത്യാവശ്യമാണെങ്കിൽ നീ പോയിക്കോളൂ. അപ്പം മേസ്ത്രിക്ക് ഒരുപാട് കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായി. യദി ആവശ്യ ഹെ തോ ജാവോ. ആവശ്യ ഹെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ നീ പോയിക്കോളൂ. യദി എങ്ങനെയാണെങ്കിൽ, ആവശ്യ ഹെ തോ, ആവശ്യമാണെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ നീ പോയിക്കോളൂ. യദി ആവശ്യ ഹെ തോ ജാവോ, അത്യാവശ്യമാണെങ്കിൽ നീ പോയിക്കോളൂ. ഇത്ര പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? അതും മേസ്ത്രി ചോദിക്കുന്നതാണ് ഇവനോട്. ഇത്തനി ജൽദി ടിക്കറ്റ് മിൽ സക്താ ഹെ. ഇത്തനി ജൽദി, ഇത്രയ്ക്ക് പെട്ടെന്ന്, ടിക്കറ്റ് മിൽ സക്താ ഹെ, ടിക്കറ്റ് കിട്ടുമോ? ഇത്ര പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? അപ്പൊ അവന് ഭാര്യയ്ക്ക് അസുഖമാണെങ്കിൽ പെട്ടെന്ന് എത്തണ്ടേ, അപ്പം പെട്ടെന്ന് ആലോചിച്ചാൽ ടിക്കറ്റ് കിട്ടുമോ? റെയിൽവേയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട്. മേര ഏക് ദോസ്ത് റെയിൽവേ മേ ഹെ. മേര എൻ്റെ, ഏക് ഒരു, ദോസ്ത് കൂട്ടുകാരൻ, റെയിൽവേ മേ ഹെ റെയിൽവേയിലുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ റെയിൽവേയിലുണ്ട്. കൂട്ടുകാരൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ജോലി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ കോട്ട ഉണ്ടാവും.
എംപ്ലോയീസിന് ഓരോ കോട്ട ഉണ്ടാവും. ആ കോട്ടയിലൂടെയൊക്കെ അവർക്ക് സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റും, ഒരു സീറ്റൊക്കെ. മേരെ ഏക് ദോസ്ത് റെയിൽവേ മേ ഹെ, എൻ്റെ ഒരു കൂട്ടുകാരൻ റെയിൽവേയിൽ ജോലിയിലുണ്ട്. ടിക്കറ്റ് അവൻ ബുക്ക് ചെയ്തു തരും. വോ ടിക്കറ്റ് ബുക്ക് കരേഗ. വോ അവൻ ടിക്കറ്റ് തന്നെ ബുക്ക് കരേഗ ബുക്ക് ചെയ്യും. അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. വോ ടിക്കറ്റ് ബുക്ക് കരേഗ. അപ്പം ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി അല്ലേ. ടിക്കറ്റ് അവന് എടുത്തു കൊടുക്കാൻ ആളുണ്ട്. വോ ടിക്കറ്റ് ബുക്ക് കരേഗ, അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളും. അങ്ങനെയാണെങ്കിൽ നീ നാളെ തന്നെ പുറപ്പെട്ടോളൂ. ഐസേ ഹെ തോ ഫിർ തും കൽ ചലേ ജാന. അങ്ങനെയാണെങ്കിൽ, ഐസേ ഹെ തോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, ഫിർ തും കൽ ചലേ ജാന. തും നീ, കൽ ചലേ ജാന നാളെ പൊക്കോളൂ. അങ്ങനെയാണെങ്കിൽ നീ നാളെ പൊക്കോളൂ. ഐസേ ഹെ തോ തും കല്ലി ചലേ ജാന, നാളെ തന്നെ പൊയ്ക്കോളൂ. മീൻസ് ടിക്കറ്റിന് ബുദ്ധിമുട്ടില്ല എങ്കിൽ, വീട്ടിൽ ഭാര്യ അസുഖം പിടിച്ച് കിടക്കില്ലേ. ചേട്ടാ എനിക്ക് ശമ്പളം അഡ്വാൻസ് തരുമോ? സർ ക്യാ ആപ്പ് മുझे തങ്ക്വ അഡ്വാൻസ് ദേ സക്തേ ഹെ. സർ എന്നും പറയാം, ഇവിടെ ബായി എന്നും പറയട്ടോ. ബായി ആണ് ചേട്ടൻ്റെ ശരിക്കുള്ള മലയാളം. ചിലരൊക്കെ മേസ്ത്രിയെ സർ എന്നും വിളിക്കാറുണ്ട്. ക്യാ ആപ്പ് മുझे തങ്ക്വ അഡ്വാൻസ് ദേ സക്തേ ഹെ. ആപ്പ് താങ്കൾ, മുझे എനിക്ക്, തങ്ക്വ സാലറി, അഡ്വാൻസ് ദേ സക്തേ, അഡ്വാൻസ് തരാമോ? തരാം, പക്ഷേ നീ 10 ദിവസത്തിന് ശേഷം തിരിച്ചു വരണം. ഹാ ലേക്കിൻ തുമേ 10 ദിൻ ബാദ് വാപ്പസ് ആനാ ഹോഗ. ഈ പൈസയും വാങ്ങി അവൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ, പെട്ടെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ മേസ്ത്രിക്ക് പ്രോബ്ലം ആവുമല്ലോ. ഹാ തരാം, ലേക്കിൻ എന്നാൽ, തുമേ നിനക്ക്, 10 ദിൻ ബാദ് 10 ദിവസത്തിന് ശേഷം, വാപ്പസ് ആനാ ഹോഗ തിരിച്ചു വരേണ്ടി വരും. 10 ദിവസം കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ തങ്ങരുത്. ശരി ചേട്ടാ, തീർച്ചയായും. അച്ഛാ ബായ്, ജരൂർ. ജരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. സെരൂർ എന്നാണ് കേട്ടോ പറയുക. ജായുടെ താഴെ ഒരു ബിന്ദു ഇട്ടാൽ ജായുടെ ശബ്ദം സ ആയിട്ട് മാറും. അച്ഛാ ബായ്, സെരൂർ. സെരൂർ. വീട്ടിൽ എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഘർ പർ സഭീകോ മേരാ നമസ്കാർ. ഘർ പർ സഭീകോ മേരാ നമസ്കാർ മീൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, കൺവൈ മൈ റിഗാർഡ്സ്, അല്ലെങ്കിൽ എൻ്റെ സ്നേഹാന്വേഷണം, കുശലാന്വേഷണം എന്നൊക്കെ പറയില്ല. അതിനാണ് ഘർ പർ സഭീകോ മേരാ നമസ്കാർ. വീട്ടിലെല്ലാവർക്കും എൻ്റെ പ്രണാമം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ.